ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അരമുറി പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ രുചിയിലൊരു പപ്പായ ഫ്രൈ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ചോറൊക്കെ കൊണ്ടുപോകുന്നവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു വലിയ പപ്പായയുടെ അരഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ നീക്കം ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പപ്പായയുടെ തൊലിയിലാണ് കറയുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം തൊലി നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് തൊലി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പീലർ വെച്ചിട്ടോ പിച്ചത്തി വെച്ചിട്ടോ ഇതുപോലെ തൊലി നമുക്ക് ചെത്തിക്കളയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കഴുകിയെടുത്തതിന് ശേഷം കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്ക് പപ്പായ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ഒരു പപ്പായ നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പപ്പായ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. പപ്പായ പെട്ടെന്ന് വെന്ത് വരുന്നതായിരിക്കും. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഞാനിതിൽ 1 സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി പപ്പായയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് പപ്പായയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പപ്പായ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം വെന്ത് കിട്ടാനായിട്ട്. ഇത് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല. നല്ലതുപോലെ പപ്പായയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ പപ്പായ വേവിച്ച് വെച്ചിരുന്നതിൽ ജസ്റ്റ് വെള്ളം ഉണ്ടാവും. അപ്പോൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി ബലം കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പപ്പായ ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അന്നേരം തന്നെ ഈ കടലമാവും മുളക് പൊടിയുടെ എരിവും ഒക്കെ അതിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊരു 10 മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് സമയമൊന്നും വേണ്ടിയില്ല, വളരെ പെട്ടെന്ന് തന്നെ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിയാപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ പപ്പായ പാത്രത്തിനകത്തോട്ട് ഒട്ടിപ്പിടിക്കാതെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കരിയാപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണവും ആയിരിക്കും. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പപ്പായ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രാവിലെയൊക്കെ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും. നമുക്കിത് വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തോട്ട് നിറം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വളരെ സിമ്പിളായിട്ടുള്ള പപ്പായ ഫ്രൈ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കടലപ്പൊടി ചേർത്തില്ലെങ്കിലും സാരമില്ല, ജസ്റ്റ് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.